ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഇനി വരുന്ന CSEB ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എക്സാമിന് നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്, റാം ആൻഡ് റോം. റാമും റോമും ഒരു പ്രൈമറി മെമ്മറിയുടെ എക്സാമ്പിൾ ആണ്. പക്ഷേ ഇവർ തമ്മിൽ ചെറിയ ചെറിയ ഡിഫറൻസ് ഉണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. റാൻഡം ആക്സസ് മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ടെമ്പററി ആയിട്ടായിരിക്കും സ്റ്റോർ ആവുന്നത്. മാത്രമല്ല പവർ സപ്ലൈ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുത്തെ ഡേറ്റയും ഒപ്പം നഷ്ടപ്പെടും. സോ അതുകൊണ്ട് നമുക്ക് അതിനെ ഒരു വോളറ്റൈൽ സ്റ്റോറേജ് എന്ന കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുത്താൻ പറ്റുന്നത്. അതേസമയം റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു നോൺ വോളറ്റൈൽ സ്റ്റോറേജ് ആണ്. ഇവിടെ പവർ സപ്ലൈ നഷ്ടപ്പെട്ടാലും നമുക്ക് ഡേറ്റ അവിടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു പെർമനന്റ് സ്റ്റോറേജ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് പഠിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാം എന്ന് പറയുന്നത് ഒരു റീഡ് റൈറ്റ് മെമ്മറിയാണ്. ഇവിടെ നമുക്ക് മൾട്ടിപ്പിൾ ടൈംസ് റീഡ് ആൻഡ് റൈറ്റ് ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ റോമിൽ റീഡ് ഓൺലി മാത്രമായിട്ടുള്ള ഓപ്പറേഷൻ മാത്രമേ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി സ്പീഡിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ റോമിനേക്കാളും വളരെ വേഗത്തിൽ നമ്മുടെ റാം വർക്ക് ചെയ്യുന്നുണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് സ്പീഡിന്റെ കാര്യത്തിൽ റാമിനായിരിക്കും ഏറ്റവും കൂടുതൽ സ്പീഡ് ഉള്ളത്. ഇതിന്റെ പ്രധാനപ്പെട്ട രണ്ട് കാറ്റഗറി എന്ന് പറയുന്നത് ഡി റാമും എസ് റാമുമാണ്. റോമിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റുന്നത് ബയോസ് ആൻഡ് ഫേംവെയറുകൾ പോലെയുള്ള പ്രോഗ്രാമുകളാണ് നമ്മൾ റോമിൽ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് റോമും റാമും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഒട്ടും തന്നെ മിസ് ചെയ്യാതെ ഇപ്പോൾ തന്നെ ഈ പോയിന്റുകളെല്ലാം പഠിക്കുക. അടുത്ത എക്സാമിന് ഇവിടെ നമുക്ക് 1 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്